ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കണക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക കേട്ടോ. അത് കുറച്ച് ഒരു ടഫ് പിടിച്ച ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക, എല്ലാവരും പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണക്ക് എഴുതി വെച്ചത് ഇവിടെ ഉണ്ട്. നോക്കുക, ദർ ആർ 4 men and 3 women അല്ലേ. അപ്പോൾ ഫൈൻഡ് ദി പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് 3 ഓഫ് 3 പേരെയാണ് നമുക്കതിൽ സെലക്ട് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോഴത്തെ പ്രോബിലിറ്റിയാണ് നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നും അർത്ഥം മനസ്സിലാക്കി നമുക്ക് പതുക്കെ ചെയ്യാം. ആദ്യത്തെ എക്സാക്ട്ലി 2 are women എന്നാണ്. അപ്പോൾ 3 പേരെ സെലക്ട് ചെയ്യണം അല്ലേ. ശ്രദ്ധിക്കുക, 3 പേരെ സെലക്ട് ചെയ്യണം. അതിൽ എക്സാക്ട്ലി 2 are women. അപ്പോൾ 3 ആൾ വേണേ, ഇനിയും 2 സ്ത്രീകൾ വേണം. അപ്പോൾ ഒരെണ്ണം ആരാവാം? മെന്നാവാം. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ വരും. അപ്പോൾ ഞാൻ എഴുതുന്നു, ശ്രദ്ധിക്കുക. പി ഓഫ് സെലക്ടിങ് എക്സാക്ട്ലി എന്താ പറഞ്ഞിരിക്കുന്നത്? പി ഓഫ് സെലക്ടിങ് എക്സാക്ട്ലി 2 women എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ 2 സ്ത്രീകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 3 ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിൽ 2 പേര് സ്ത്രീകളാവണം. അപ്പോൾ ഒരാൾ മാനാവാം. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് 2 പേര്, അപ്പോൾ നമ്മൾ സ്ത്രീകൾ എത്ര പേരുണ്ട് നമ്മൾ നോക്കുക. 3 ആണ്. 3 വുമൻസ് ആണുള്ളത്. അപ്പോൾ വുമൻസിൽ നിന്ന് നമ്മൾ 3 ആളെ എടുത്തു. 3C2 അല്ലേ. അത് ഇൻറ്റു എത്ര? മെന്നിൽ നിന്ന് 1 അല്ലേ വേണ്ടു. 4 ആളത്. 4C1. ക്ലിയർ ആയില്ലോ? നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്ത മാതിരി 4C1 ഡിവൈഡഡ് ബൈ 7C3. ടോട്ടൽ നമ്പർ 7. 3 പേരെ സെലക്ട് ചെയ്യും. കറക്റ്റ് ആയില്ലേ? ഇനി നമ്മൾ 3C2 എങ്ങനെ കാണും? 3C2 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 അല്ലേ. 3C2 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. ഇപ്പോൾ 2ഉം 2ഉം വെട്ടിപ്പോയി. ബാക്കി നമുക്ക് ആൻസർ എത്ര വന്നു? 3 വന്നു. പിന്നെ 4C1 എന്ന് പറഞ്ഞാൽ 4 തന്നെ ഡിവൈഡഡ് ബൈ 7C3 കാണണം അല്ലേ. 7C3 കാണണം. 7C3 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 1. 3 2 6. 2 2 വെട്ടിപ്പോയി. അപ്പോൾ എത്ര വന്നു? 7 ഇൻറ്റു 5 35. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 35. 12 ഡിവൈഡഡ് ബൈ 35. കറക്റ്റായോ? ക്ലിയർ ആയോ? മനസ്സിലായോ ഇത്? അപ്പോൾ സെലക്ടിങ് അപ്പോൾ അർത്ഥം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ 3 പേരെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. 2 പേര് വുമൺ ആവണമെന്ന് പറഞ്ഞാൽ ഒരാൾ മാനായി. അത്രയേ ഉള്ളൂ. അർത്ഥം മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണക്ക് ചെയ്ത് ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, പി ഓഫ് സെലക്ടിങ് നോ വുമൺ എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. സ്ത്രീകൾ വേണ്ട. അപ്പോൾ പിന്നെ ഒക്കെ മെന്ന് മതി. അത്രയേ ഉള്ളൂ. പി ഓഫ് സെലക്ടിങ് നോ വുമൺ അല്ലേ. പി ഓഫ് സെലക്ടിങ് നോ വുമൺ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ വുമൺ വേണ്ട എന്ന് പറഞ്ഞാൽ ഒക്കെ മെന്നാണ് അല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം അങ്ങനെയല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? എത്ര പേരാ മെന്നുള്ളത്? മെൻ എന്ന് പറഞ്ഞിട്ട് 4 ആളത്. 4ൽ നിന്ന് നമ്മൾ 3 ആളെ എടുത്തു. പിന്നെ ടോട്ടൽ 7 പേര്. കഴിഞ്ഞില്ലേ? സിമ്പിൾ. അപ്പോൾ എത്ര എങ്ങനെ കാണും? 4C3 കാണും. 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ 3ഉം 3ഉം വെട്ടിപ്പോയി. 2ഉം 2ഉം വെട്ടിപ്പോയി. ബാക്കി 4. കറക്റ്റായില്ലേ? നെക്സ്റ്റ് 7C3. 7C3 എങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക പറയൂ. 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 1. 3 2 6. വെട്ടിപ്പോയി 35. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 4/35. 4/35. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് സി, മൂന്നാമത്തെ. പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 woman.
പി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ വുമൺ, ഒരാളേ ഉള്ളൂ, അപ്പോൾ വൺ വുമൺ, പി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ വുമൺ എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് വൺ വുമൺ, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 - p എന്നാണ് സമവാക്യം കേട്ടോ. നോ വുമൺ എന്നുള്ളതാണ് അർത്ഥം. ശ്രദ്ധിക്കുക, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 - p, അങ്ങനെ പറഞ്ഞാൽ നോ വുമൺ എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. അറ്റ്ലീസ്റ്റ് പറയുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 - p, അങ്ങനെ പറഞ്ഞാൽ നോ വുമൺ, നോ വുമൺ. അപ്പം നോ വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? 1 - ഒക്കെ മെന്നല്ലേ വരുന്നത്, 1 - നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, 4/35. അപ്പോൾ ഇവിടെ 35 - 4, അപ്പോൾ എത്ര കിട്ടി? 31/35. 31/35. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ ഇക്വേഷൻ ഉണ്ട്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? 1 - p എന്നാണ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - p. അപ്പോൾ നോ വുമൺ എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ 1 - 4/35 അപ്പോൾ കിട്ടി കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് നമുക്ക് പറയാനുള്ളത് പി ഓഫ് അറ്റ്ലീസ്റ്റ് നോ വുമൺ. അപ്പോൾ പി ഓഫ് അറ്റ്ലീസ്റ്റ് 2 വുമൺ, പി ഓഫ് അറ്റ്ലീസ്റ്റ് 2 വുമൺ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പി ഓഫ് അറ്റ്ലീസ്റ്റ് 2 വുമൺ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്കിനി എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് പറയുക? അറ്റ്ലീസ്റ്റ് 2 വുമൺ. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ 1 - p ആണ് എന്ന് പറഞ്ഞു, നോ വുമൺ എന്നുള്ള അർത്ഥമാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് 2 വുമൺ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതാണ് അർത്ഥം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര പേരാണുള്ളത്? 3 പേരെയാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ 2 ആവാം 3 ആവാം, മനസ്സിലാവുന്നത്? ഈക്വൽ ടു പറഞ്ഞാൽ 2 വുമൺ അല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 2, ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഓർ ഈക്വൽ ടു എന്ന്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നു? പി ഓഫ് അറ്റ്ലീസ്റ്റ് 2 വുമൺ എന്ന് പറയുന്ന സമയത്ത് നമ്മളൊക്കെ എങ്ങനെ എഴുതാം? പി ഓഫ് 2 വുമൺ ഓർ 3 വുമൺ. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, 3 എണ്ണമാണ് ഉള്ളത്. ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 2, ഗ്രേറ്റർ ദാൻ 3 അല്ലേ. 3 എണ്ണം അല്ലേ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എങ്ങനെയൊക്കെ വരാം? 2 ഓപ്ഷനാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ പി ഓഫ് ഇവിടെ 2 വുമൺ ആണ് ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 3 വുമൺ. 3 വുമൺ ആകുമ്പോൾ ഓക്കെ, 3 പേരുമായി. 2 വുമണിലായില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? പി ഓഫ് എന്താ 2 വുമൺ, 2 വുമണിൻ്റെ കൂടെ എന്തും കൂടിയും വേണം? 2 വുമൺ ആൻഡ് 1 മാൻ ഓർ അല്ലേ, ഓർ എന്താവാം? ഓർ അല്ലെങ്കിൽ എന്ത് വരാം? 3 വുമൺ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 വന്നപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? അറ്റ്ലീസ്റ്റ് 1 ആണെങ്കിൽ 1 - p. മറ്റേ അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? 2 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ളത്. കൂടുതൽ എന്ന് പറഞ്ഞാൽ 3 വരെയല്ലേ നമ്മുടെ കണ്ടീഷനുള്ളൂ. അപ്പോൾ 3. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് 2 വുമൺ പോരാ, ഒരാളും കൂടിയും വേണം. 3 പേരെ നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 വുമണും 1 മാനും, പിന്നെന്താ പറയുക? 3 വുമൺ. അങ്ങനെയാണ് ഇതിൽ വരിക. ഇനി നമ്മളിതിൻ്റെ വാല്യൂസ് ഇതിൽ കൊടുക്കുകയാണ് വേണ്ടത്. അത്രയേ ഉള്ളൂ, ബുദ്ധിമുട്ടില്ല. സ്ത്രീകൾ എത്ര പേരാ? 3 അല്ലേ ഉള്ളത്. അപ്പോൾ 3c2 ഇൻറ്റു 1 മാൻ എന്ന് പറഞ്ഞാൽ മെൻ എത്ര? 4c1. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്ലസ് സ്ത്രീകൾ 3 എണ്ണല്ലേ വേണ്ടത്. അപ്പോൾ 3c3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം 7c3.
ഇതിൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. 3C2 എത്രയാണ് വരിക, 4C1 എത്രയാണ് വരിക, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 13/35. ഇതൊക്കെ കാണാനറിയാലോ. 3C2 കാണാനും 4C1 3C3 കാണുക, എന്നിട്ട് അത് കൂട്ടുക, എന്നിട്ട് 7C3 കാണുക, 35 വരും. അപ്പോൾ കിട്ടുന്നതാണ് ഇത്. അപ്പോൾ ഈ കണ്ടീഷൻ ശ്രദ്ധിക്കുക. ഈ മോഡൽ കണക്കുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കണം, എന്നാലേ കിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് പറയട്ടെ, ശ്രദ്ധിക്കുക. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അറ്റ്ലീസ്റ്റ് പി ഓഫ് സെലക്ടിങ് അറ്റ്മോസ്റ്റ് 2 വുമൺ. ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്തത് പി ഓഫ് സെലക്ടിങ് അറ്റ് ദി മോസ്റ്റ് 2 വുമൺ. അറ്റ് ദി മോസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ പറഞ്ഞു. അറ്റ് ദി മോസ്റ്റ് ആകുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരിക. എവിടെയെങ്കിലും നോട്ടായിട്ട് എഴുതി വെക്കുക കേട്ടോ. അറ്റ് ദി മോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരിക. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 2 വുമൺ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 2 വുമൺ ആവാം, അല്ലെങ്കിൽ 2 വുമണും പിന്നെ 1 വുമണും, അല്ലെങ്കിൽ നോ വുമൺ. അങ്ങനെയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, 2 ആവാം, 2-നേക്കാൾ താഴെ 1. മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥ. അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് നമുക്ക് എഴുതാം. പി ഓഫ് 2 വുമൺ ഷോർട്ടിലേക്കാണ് വരിക. അറ്റ്മോസ്റ്റ് പറഞ്ഞാൽ ലെസ് ദാൻ, അറ്റ്ലീസ്റ്റ് ആകുമ്പോഴാണ് ഗ്രേറ്റർ ദാൻ വരിക അല്ലേ. അപ്പോൾ എന്താ പറയുക, 2 വുമൺ ആൻഡ് 2 വുമൺ ഓർ 1 വുമൺ, അല്ലെങ്കിൽ എങ്ങനെ വരും, ഓർ നോ വുമൺ. താഴത്തേക്ക്, 3ൻ്റെ താഴത്തേക്ക്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ 2ൻ്റെ താഴത്തേക്ക് 2 ആവാം, ഈക്വൽ ടു ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. 2 ആവാം, 1 ആവാം, 0 ആവാം. 2 ആവാം, 1 ആവാം, പിന്നെ നമുക്ക് എന്തും ആവാം, 0യും ആവാം. അപ്പോൾ നമ്മളിനി അതിൻ്റെ കണക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കുക കേട്ടോ. അപ്പോൾ അതിന് 2 വുമൺ എന്ന് പറഞ്ഞാൽ വെറും 2 വുമൺ പോരാ, അപ്പോൾ 1 മാനും കൂടി വേണം അല്ലേ അവിടെ. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും നോക്കൂ. 3 എന്താ ഉള്ളത്, വുമൺ 3 അല്ലേ ഉള്ളത്, 2 വുമണാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ 3C2, 2 ആളേ ഉള്ളൂ, ഇനി ഒരാളും കൂടി വേണ്ടേ, ഒരാൾ മെന്ന് വരണ്ടേ. അപ്പോൾ ഇൻറ്റു എന്ത് വന്നു, 4C1 പ്ലസ് ഇനി എന്താ 1 വുമൺ ആകുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് അല്ലേ. ഈ 1 വുമൺ ആകുമ്പോൾ എങ്ങനെയാണ് വരിക, 1 വുമൺ മെൻ എത്രയുള്ളത്, അപ്പം മെൻ 4C2 ഇൻറ്റു 3C1, 4C2 ഇൻറ്റു 3C1 പ്ലസ് നോ വുമൺ 0 ആകുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. 0 ആകുമ്പോൾ ഫുള്ള് മെൻ തന്നെ. അപ്പോൾ മെൻ 4C3 ഡിവൈഡഡ് ബൈ 7C3. അപ്പോൾ ഒന്നുമില്ല, അറ്റ് ദ മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്, അറ്റ് ദി മോസ്റ്റ് പി ഓഫ് സെലക്ടിങ് ദ അറ്റ് ദ മോസ്റ്റ് 2 വുമൺ എന്നാണ് പറയുന്നത് അല്ലേ. അറ്റ് ദ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ 2 വുമൺ നമ്മൾ 3 കാറ്റഗറിയാണ് വരിക. ആ ഏത് നമ്പറാണോ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ ആ നമ്പർ, പിന്നെ അതിൻ്റെ താഴത്തെ 0 വരെ കേട്ടോ. അപ്പോൾ 2 1 0. ഇനി 2 വുമൺ ആയിട്ട് പറ്റില്ല, അപ്പോൾ ഒരു മെന് വേണം അല്ലേ. അപ്പോൾ അതാണ് 3C2 ഇൻറ്റു 4C1 നമ്മൾ എഴുതിയത്. പിന്നെ 1 വുമൺ ആയിട്ട് പറ്റില്ല, അപ്പോൾ 2 മെന് വേണം. അപ്പം മെന്ന് പറഞ്ഞാൽ 4 അല്ല, അപ്പോൾ 4C2 ഇൻറ്റു 3C1. പിന്നെ അത് കഴിഞ്ഞാൽ സ്ത്രീകളേ ഇല്ല, അല്ല നോ വുമൺ. അപ്പോൾ എന്താ പറയുക, മെന്ന് പറയുന്നത് 4 അല്ലേ ഉള്ളത്. 4C3 ഡിവൈഡഡ് ബൈ 7C3. ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ കാണുക, എല്ലാം കൂടി കൂട്ടുക. അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ആൻസർ വരുന്നത് 12 പ്ലസ് 18 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 35. അങ്ങനെ പറഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് 34 ഡിവൈഡഡ് ബൈ 35. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കുറച്ചൊരു കോംപ്ലിക്കേഷൻ പിടിച്ച കണക്കുള്ളത്. ഈ കണക്ക് എല്ലാവരും ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ.
അപ്പോൾ കോമ്പിനേഷൻ്റെ ടോപ്പിക്കാണ് നമ്മുടെ കഴിഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് 2 തിയറി പറയാനുണ്ട്. ആ തിയറി പറഞ്ഞിട്ട് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഫ്രീക്വൻസി റേഷ്യോ. വാട്ട് ഈസ് മെൻ ബൈ ഫ്രീക്വൻസി റേഷ്യോ എന്നുള്ളതാണ് പറയുന്നത്. ഫ്രീക്വൻസി റേഷ്യോ എത്ര തവണ എത്ര പ്രാവശ്യമാണ് ഒരെണ്ണം ആവർത്തിച്ചു വരുന്നത് അല്ലേ? ഇനിയല്ലേ നമ്മൾ ഫ്രീക്വൻസി പറയുക, ആവൃത്തി അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ക്ലാസ്സുകളൊക്കെ ആയിട്ട് എഴുതുക വെച്ചെങ്കിൽ ക്ലാസ് ഇൻ്റർവെല്ലൊക്കെ ആയിട്ട് ഐറ്റംസ് എഴുതുമ്പോൾ എത്ര തവണയാണോ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ അതാണ് ഫ്രീക്വൻസി. അപ്പോൾ അതിൻ്റെ റേഷ്യോ തന്നെ നോക്കൂ. കൺസിഡർ എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ലെറ്റ് എ ബി ആൻ ഇവൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. ലെറ്റ് us റിപ്പീറ്റ് ദി എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റ് തന്നെ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരിക, ആവർത്തിച്ച് വരിക അല്ലെ, n times. ലെസ് ദാറ്റ് എ ഹാപ്പൺ എ ഫൗണ്ട് ഔട്ട് n റിപ്പീറ്റേഷൻ ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി റേഷ്യോ അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി ഇവൻറ്റ് എ. എത്രത്തോളം തവണ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുവെങ്കിൽ അതിനെയാണ് ഫ്രീക്വൻസി റേഷ്യോ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുക, റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ഇവൻറ്റ് എ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ള ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്നുള്ളൊരു ടോപ്പിക്കാണ് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഫ്രീക്വൻസി റേഷ്യോസ് ഉണ്ടാവുന്നു എന്ന് പറയും. എത്ര തവണയാണോ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഫ്രീക്വൻസി റേഷ്യോ ഉണ്ടാവുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഫ്രീക്വൻസി റേഷ്യോ വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഈ ഫ്രീക്വൻസി റേഷ്യോ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈസ് കോമൺ ഇൻ ഓൾ റാൻഡം എക്സ്പെരിമെൻറ്റ്. അങ്ങനെ ചെയ്യുന്ന ആ പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ എന്താ പറഞ്ഞത്? We notice that these frequency ratios have a tendency to become more and more stable a number of repetition of the experiment increase. എക്സ്പെരിമെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൽ സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ the frequency ratio appears to approach a fixed number as the number of repetition is increased. അപ്പോൾ ദി ടെൻഡൻസി ഓഫ് ഫ്രീക്വൻസി റേഷ്യോനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യണം. ഈസ് കോമൺ ടു ഇൻ ഓൾ റാൻഡം എക്സ്പെരിമെൻറ്റ്. അതിനെയാണ് ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ, പ്രോബബിലിറ്റി അല്ലെങ്കിൽ എംപെരിക്കൽ പ്രോബബിലിറ്റി ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇഫ് വി റിപ്പീറ്റ് ദ റാൻഡം എക്സ്പെരിമെൻറ്റ് a greater number of time under essentially same condition, the limit of the ratio of the number of times that an event happened to the total number of trials as the number of trial increase എങ്ങനെ ഇൻഡെഫിനിറ്റ്ലി പറഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര അത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കതിൽ പറയാനുള്ളത്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി, അങ്ങനെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാം. പ്രോപ്പർട്ടി ഓഫ് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ട് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് കിടക്കുന്നത് 0 and 1. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. എസ് ഡിനോട്ട്, എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാമ്പിൾ സ്പേസ് ആണ്. പിന്നെ ഇഫ് എ ആൻഡ് ബി ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഞാനൊന്ന് എഴുതിയിട്ട് പറഞ്ഞുതരാം. പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി. Properties of probability. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസാണ് നമുക്ക് ഈ പ്രോബബിലിറ്റിയിൽ പറയാനുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പറയാം പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ലൈസ് ബിറ്റ്വീൻ ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ലൈസ് ബിറ്റ്വീൻ. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. Probability of an event lies between 0 and 1. നെക്സ്റ്റ് നമുക്ക് പറയാം എസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ്. എസ് ഈസ് ദ സാമ്പിൾ സ്പേസ്
എസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ആണ്. ദെർഫോർ എന്താ പറയുക, പി ഓഫ് എസ് ഈസ് ഈക്വൽ ടു എത്ര വരിക, പി ഓഫ് എസ് സമം 1. നെക്സ്റ്റ് വൺ, ഇഫ് എ ആൻഡ് ബി ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, ഇഫ് എ ആൻഡ് ബി ആർ ടു mutually exclusive events, then A union B is equal to A union B. നമുക്കറിയാം അല്ലേ എന്താ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇഫ് ദി ഒക്കറൻസ് ഓഫ് വൺ പ്രിവെൻറ്റ്സ് ദി ഒക്കറൻസ് ഓഫ് അതർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുക. ഒന്ന് സംഭവിക്കുന്നതിനെ മറ്റൊന്ന് പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. If A and B are two mutually exclusive events, then P of A union B is equal to P of A plus P of B. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബിലിറ്റി. ഏതൊക്കെയാണ് പറഞ്ഞത്? പ്രോബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. S is the sample space. P of S is equal to 1. If A and B are two mutually exclusive events, then A union B is equal to P of A plus P of B. അപ്പോൾ നമുക്കിത് വെച്ചിട്ടുള്ളൊരു കണക്ക് ചെയ്യാം കേട്ടോ, ശ്രദ്ധിക്കുക എല്ലാവരും. ശ്രദ്ധിക്കൂ, എഴുതട്ടെ, ഞാൻ എഴുതാം. ദി ഫോളോയിങ് ടേബിൾ ഗീവ്സ് gives a distribution of of wages of 1,200 workers. 1,200 workers. അപ്പം wages പിന്നെ number of workers, വേജസും തന്നിട്ടുണ്ട്, പിന്നെ നമ്പർ ഓഫ് വർക്കേഴ്സുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മളതിൽ എഴുതേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കുക കേട്ടോ. 100 to 120 എന്ന് പറയുന്നത് 10. നെക്സ്റ്റ് 120 to 140 എന്ന് പറയുന്നത് 100. പിന്നെ 140 to 160 500. 160 to 180 എന്ന് പറയുന്നത് 320. 200 to 220 അതിനൊന്നും തന്നിട്ടില്ല. നെക്സ്റ്റ് 220 to 240 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 42. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇതിൽ താഴെ പറയുന്നത് അവരെന്തൊക്കെയാണ് പറയുന്നത് വെച്ചെങ്കിൽ അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഫൈൻഡ് ദി പ്രോബബിലിറ്റി that a worker selected a wage 1 under rupees 140.
അപ്പോൾ അണ്ടർ ₹140 ആണ് പറയുന്നത്. അപ്പോൾ പി ഓഫ് ദി വേജ് അണ്ടർ 140 എന്ന് പറഞ്ഞാൽ 140യുടെ താഴെ വരുന്നത് അല്ലേ. അപ്പോൾ 140യുടെ താഴെ വരുന്നത് എന്ന് പറഞ്ഞാൽ വേജ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 140യുടെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 + 100 അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? 10 + 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ അല്ലേ. ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 1200 ആണ് അല്ലേ. 1200 വർക്കേഴ്സ് അല്ലേ ഉള്ളത്. 1200. അപ്പം 110 ഡിവൈഡഡ് ബൈ 1200 ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ്, ദ വേജ് എബവ് ₹200 ബി. ദി വേജ് എബവ് ₹200. എബവ് ₹200 എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. 200 എബവ് ആണ്. എബവ് 200 എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് ഏതൊക്കെയാണ് നോക്കി നോക്കൂ. നമുക്ക് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് അവിടെ തന്നിരിക്കുന്നത്? 200 എബവ് എന്ന് പറയുന്നത് എത്രയ്ക്ക്? ഇവിടെ സംഖ്യ എഴുതാൻ വിട്ടു പോയതാണ്. 53 നമുക്കുണ്ട്. 53 ഉണ്ട്. 53 + 42 ഡിവൈഡഡ് ബൈ 1200. എത്രയും നമുക്കവിടെ തന്നിരിക്കുന്നത്? 53 തന്നിട്ടുണ്ട്. 53 + 42 ഡിവൈഡഡ് ബൈ 1200. അപ്പോൾ എത്ര വന്നു? 95 ഡിവൈഡഡ് ബൈ 1200. നെക്സ്റ്റ്, P of the wage between 140 and 200 രണ്ടിൻ്റെ ഇടയിൽ വരുന്നത് അല്ലേ. 200ൻ്റെയും 140ൻ്റെയും ഇടയിൽ വരുന്നത് അല്ലേ. അപ്പോൾ എത്രയ്ക്കാണ് വരിക നോക്കി നോക്കൂ. 200ൻ്റെയും 140യുടെയും ഇടയിൽ വരുന്നത് എത്രയ്ക്കാണ്? 500 320 നമുക്ക് എഴുതാം. 500 ഏതിൻ്റെയൊക്കെ ഇടയിലാണ് പറഞ്ഞത്? 200ൻ്റെയും 500ഉം 320 ആണ് വരിക അല്ലേ. 500 + 320 180 200 നമ്മൾ എഴുതിയിട്ടില്ല അല്ലേ. 160 കഴിഞ്ഞ് 180 ഇവിടെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. 180 200 കണക്കിൽ വിട്ടു പോയതാണ്. 175 ഉണ്ട് കേട്ടോ. പിന്നെയാണ് 200 220 53. അപ്പം 200ൻ്റെയും 140ൻ്റെയും ഇടയിൽ 500 + 320 + 175 കേട്ടോ. 500 + 320 + 175 ഡിവൈഡഡ് ബൈ 1200 ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്ര വരും? 995 ഡിവൈഡഡ് ബൈ 1200 ഇനിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഒന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ ഫേവറബിൾ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ അത്രയാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും അതിൽ ചെയ്തിട്ടില്ല. ഇനി അടുത്തത് ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടി ഇതിൽ പറയാനുണ്ട്. നോക്കുക, അടുത്ത് നമുക്ക് പറയാനുള്ള ഒരു ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി എന്നുള്ളൊരു തിയറിയാണ് പറയാനുള്ളത്. ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ഈസ് ദി സാമ്പിൾ സ്പേസ് ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ്. എസിനെ നമ്മൾ സാമ്പിൾ സ്പേസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ എ ബി ആൻ ഇവൻറ്റ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും? എസിൻ്റെ. കാരണം എസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസ് പറഞ്ഞാൽ അതിൽ പറയുന്ന എല്ലാ ഇതും അതിലുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എസ് ഈസ് ദ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. എസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ആണ് അല്ലേ. റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആണ്. അപ്പോൾ ലെറ്റ് എ ബി ആൻ ഇവൻറ്റ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. സോ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് എസ്. എ എന്ന് പറയുന്നത് എസിൻ്റെ ഒരു സബ്സെറ്റാണ് അല്ലേ. കാരണം എസ്സിലുള്ളത് എല്ലാതും എയിലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെ നമുക്ക് സബ്സെറ്റ് എന്ന് പറയാം. അപ്പോൾ ദിസ് നമ്പർ പി ഓഫ് എ വിൽ ബി കോൾഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈഡ്. 3 കണ്ടീഷൻസാണ് നമുക്കിവിടെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത്. ഒന്ന്, പി ഓഫ് എ ഈസ് എ റിയൽ നമ്പർ.
അപ്പം പിന്നെ പി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1. പിന്നെ നമ്മളിപ്പോൾ 3 കണ്ടീഷൻസ് പറഞ്ഞില്ലേ, ഏതൊക്കെ കണ്ടീഷൻസാണ് നമുക്ക് ഈ അപ്രോച്ചിൽ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത് വെച്ചെങ്കിൽ 3 കണ്ടീഷൻസാണ് നമുക്കിവിടെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറയുന്നത്. ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബിലിറ്റിയിൽ പറയുന്നത് 3 കണ്ടീഷൻസാണ് നമുക്കിവിടെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള. ഒന്ന്, പി ഓഫ് എ ഈസ് എ റിയൽ നമ്പർ. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈസ് എ റിയൽ നമ്പർ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. പിന്നെ 2, പി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1. വേർ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ഈസ് ദ സാമ്പിൾ സ്പേസ്. മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. നെക്സ്റ്റ്, പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി വെൻ എ ആൻഡ് ബി ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബിലിറ്റിയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇതിൽ ഈ ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബിലിറ്റിയിൽ നമ്മൾ പറയുന്നത് എസ് ഇസ് ദ സാമ്പിൾ സ്പേസ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. എസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ആണ് റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ. എ ക്യാൻ ബി ആൻ ഇവൻറ്റ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. എ എന്ന് പറഞ്ഞാൽ ഇവൻ്റാണ്. സോ ദാറ്റ് സബ്സെറ്റ് ഓഫ് എസ്. അപ്പോൾ ദെൻ നമുക്ക് എന്ത് പറയാൻ വേണ്ടി സാധിക്കും? 3 ആക്സിയോംസ് ഉള്ളത്. പി ഓഫ് എ ഈസ് എ റിയൽ നമ്പർ. അങ്ങനെ പറഞ്ഞാൽ പി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. പിന്നെ പി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1 വേർ എസ് ഈസ് ദ സാമ്പിൾ സ്പേസ്. പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. എ ആൻഡ് ബി ആർ 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 3 തിയറംസ് ആണ് നെക്സ്റ്റ് എടുക്കാനുള്ളത് കേട്ടോ. തിയറംസ് എന്ന് പറഞ്ഞാൽ അഡീഷൻ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ബേസ് തിയറം. അങ്ങനെ 3 തിയറംസ് ആണ് ഈ ടോപ്പിക്കിൽ, ഈ പ്രോബിലിറ്റിയിൽ നമുക്ക് പറയാനുള്ളത്. ആദ്യം പറയുന്നതാണ് അഡീഷണൽ റൂൾ ഓഫ് പ്രോബബിലിറ്റി. അഡീഷൻ തിയറം, addition rule of probability. അഡീഷണൽ റൂൾ ഓഫ് പ്രോബിലിറ്റി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അഡീഷണൽ റൂൾ ഓഫ് പ്രോബിലിറ്റി 2 കേസാണ്. അഡീഷൻ റൂൾ ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. അങ്ങനെ പറഞ്ഞാൽ വാട്ട് ഈസ് മെൻ ബൈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്? ഇഫ് ദ ഒക്കുറൻസ് ഓഫ് വൺ പ്രിവെൻറ്റ്സ് ദി ഒക്കുറൻസ് ഓഫ് അതർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അഡീഷൻ റൂൾ ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സിൻ്റെ അഡീഷൻ റൂൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമുക്കത് പറയാൻ വേണ്ടി സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഡയഗ്രാം ആയിട്ട് അതിനെ വരച്ചു കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ എ എന്നും ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ബി എന്നും പറയുകയാണ് ചെയ്യുന്നത്. അപ്പം രണ്ടും പരസ്പരം കണക്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഇതാണ് അഡീഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റിയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആകുമ്പോൾ. ഇനി അഡീഷൻ റൂൾ ഫോർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. അഡീഷൻ റൂൾ ഫോർ not mutually exclusive events. മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല, ഒന്ന് സംഭവിക്കുന്നതിനെ മറ്റൊന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ കേസിൽ എങ്ങനെയാണ് അഡീഷൻ റൂൾ വരിക എന്നുള്ളതാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിത്രം വരയ്ക്കാൻ പറ്റുകയെങ്കിൽ,
എ ബി. അപ്പം പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അഡീഷൻ റൂൾ ഫോർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് വരിക. അപ്പോൾ അഡീഷൻ റൂൾ ഓഫ് പ്രോബിലിറ്റി രണ്ട് കേസിലാണ് പറയാനുള്ളത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് വരുമ്പോഴും നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് വരുമ്പോഴും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് ആണെങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് ആകുമ്പോൾ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത റൂള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരികയാണെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ശരി, ഓക്കെ.